എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയെഴുത്തിലേക്ക് സ്വാഗതം. ചാനലിന്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ക്ഷുരകൻ ഖലീഫയോട് തന്റെ 4ാമത്തെ സഹോദരന്റെ കഥ പറഞ്ഞു തുടങ്ങി. എന്റെ 4ാമത്തെ സഹോദരന്റെ പേര് അൽക്കൂസ് എന്നാണ്. നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നീണ്ട കഴുത്തുള്ളവൻ, ഒറ്റക്കണ്ണൻ. ബാഗ്ദാദിലെ പ്രശസ്തനായ ഒരു ഇറച്ചിവെട്ടുകാരനായിരുന്നു അവൻ. ഒന്നാന്തരം ആട്ടിറച്ചി അവൻ ആളും തരവും അറിഞ്ഞ് വിൽപ്പന നടത്തി. നഗരത്തിലെ പണക്കാരെല്ലാം അവൻ്റെ പറ്റുവരവുകാരായി. അൽക്കുസിന് പണവും പത്രാസും ഉണ്ടായി. അങ്ങനെ അയാളുടെ ജീവിതം സുഗമമായി നീങ്ങുകയായിരുന്നു. ഒരു ദിവസം അയാൾ സ്വന്തം കടയിലിരിക്കുമ്പോൾ നീണ്ട താടിയുള്ള ഒരു വൃദ്ധൻ ഒരു വെള്ളിനാണ്യം കൊടുത്ത് പറഞ്ഞു, "ഇതിനുള്ള ഇറച്ചി തരൂ." ആ പണത്തിനുള്ള ഇറച്ചി കൊടുത്തപ്പോൾ വൃദ്ധൻ സ്ഥലം വിട്ടു. വൃദ്ധൻ കൊടുത്ത വെള്ളിനാണ്യം എൻ്റെ സഹോദരൻ പരിശോധിച്ചു. അതിന് നല്ല തിളക്കമുണ്ടായിരുന്നു. പുത്തൻ നാണയങ്ങൾ. അയാൾ അത് പ്രത്യേക ചെപ്പിൽ സൂക്ഷിച്ചു വെച്ചു. 5 മാസത്തോളം ആ നരച്ച താടിക്കാരൻ വൃദ്ധൻ എന്നും ആ കടയിൽ വരുമായിരുന്നു. അയാൾ കൊടുത്ത പുത്തൻ നാണയങ്ങൾ എൻ്റെ സഹോദരൻ ചിലവാക്കാതെ ഒരേ ചെപ്പിൽ തന്നെ സംഭരിച്ചു വെച്ചു. ഒടുവിൽ ആടുകളെ വാങ്ങാനായി അയാൾ ആ നാണയങ്ങൾ എടുക്കാൻ തീരുമാനിച്ചു. പണത്തിനായി എൻ്റെ സഹോദരൻ പെട്ടി തുറന്നപ്പോൾ അതിലുണ്ടായിരുന്ന പുത്തൻ നാണയങ്ങളെല്ലാം വെറും കടലാസു കഷ്ണങ്ങളായി മാറിയിരിക്കുന്നു. ഇതുകണ്ട് അയാൾ ഉറക്കെ നിലവിളിച്ചു. നിലവിളി കേട്ട് ജനങ്ങൾ അയാൾക്ക് ചുറ്റും തടിച്ചുകൂടി. അയാൾ അവരോട് നടന്ന കഥയെല്ലാം വർണ്ണിച്ചു കൊടുത്തു. ആളുകൾ ഈ കഥ കേട്ട് ആശ്ചര്യത്തോടെ തരിച്ചു നിന്നുപോയി. പക്ഷേ ഒരു പോംവഴി നിർദ്ദേശിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. "ആ കള്ളക്കിഴവൻ ഇനിയിങ്ങ് വരട്ടെ, അവൻ്റെ താടിമീശ ഞാൻ പിഴുതെടുക്കും," അൽക്കൂസ് ശപഥം ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ പതിവ് പോലെ ഇറച്ചി വാങ്ങാൻ വയസ്സൻ വന്നു ചേർന്നു. അൽക്കൂസ് അയാളുടെ മേൽ ചാടി വീണ് കഴുത്തിന് പിടിച്ചു ഞെരിച്ചു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, "മുസൽമാന്മാരെ, ഓടിവരേൻ, ഇവനാണ് കള്ളൻ." കിഴവൻ ഒട്ടും കൂസലില്ലാതെ അൽക്കൂസിന്റെ ചെവിയിൽ മന്ത്രിച്ചു, "മിണ്ടാതിരുന്നോ, അല്ലെങ്കിൽ നീ ഇവരോട് സമാധാനം പറയേണ്ടി വരും." "സമാധാനമോ? കള്ള ബുദ്ധൂസേ, എന്തിന്?" "അതോ, നീ ഇവിടെ ആട്ടിറച്ചി എന്ന് പറഞ്ഞ് മനുഷ്യമാംസമല്ലേ വിൽക്കുന്നത്? കള്ളം പറയുന്നോ? നീ നരകത്തിൽ പോകും." "ഞാൻ പറയുന്നത് കള്ളമാണോ? അതാ ഇപ്പോൾ തന്നെ നിന്റെ കടയിൽ തൂക്കിയിട്ടിരിക്കുന്നത് എന്താണ്?" വൃദ്ധൻ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. "അല്ലയോ ജനങ്ങളെ, നിങ്ങൾക്ക് സത്യം തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യന്റെ കടയ്ക്കുള്ളിലേക്ക് കടന്നു നോക്കൂ." ജനങ്ങൾ കടയുടെ ഉള്ളിലേക്ക് തള്ളിക്കയറി. ഞാത്തിയിട്ടിരുന്ന ആട് ഒരു ചത്ത മനുഷ്യനായി മാറിയിരിക്കുന്നു. അവർ എൻ്റെ സഹോദരന് നേരെ അട്ടഹസിച്ചു. "വിശ്വാസവഞ്ചക, ദുഷ്ട!" അയാളുടെ നല്ലവരായ സുഹൃത്തുക്കൾ പോലും അയാളെ തൊഴിച്ചുകൊണ്ട് പറഞ്ഞു, "മനുഷ്യമാംസമായിരുന്നോ നീ ഞങ്ങളെ തീറ്റിച്ചിരുന്നത്?" കിഴവൻ മന്ത്രശക്തി കൊണ്ട് ആട്ടിറച്ചി മനുഷ്യമാംസമാക്കി കാണിച്ചപ്പോൾ അത് സത്യമാണെന്ന് നാട്ടുകാർ വിശ്വസിച്ചു. അവർ അവനെ തല്ലിച്ചതച്ചു. കൂടുതൽ കാലം തൻ്റെ കടയിൽ നിന്ന് ഇറച്ചി വാങ്ങിയിരുന്നവരും ഉറ്റ സ്നേഹിതരുമാണ് മർദ്ദനത്തിന് നേതൃത്വം നൽകിയത്. കിഴവൻ മുഷ്ടി ചുരുട്ടി അവൻ്റെ മുഖത്തിടിച്ചു. ഇടത്തെ കണ്ണ് പൊട്ടിപ്പോയി. അൽക്കൂസിനെ പിടിച്ചുകെട്ടി ഗവർണറുടെ മുന്നിൽ കൊണ്ടുചെന്ന് കിഴവൻ പറഞ്ഞു, "പ്രഭോ, ഭയങ്കരനായ ഒരു കുറ്റവാളിയെയാണ് ഞങ്ങൾ പിടിച്ചുകൊണ്ടുവന്നിട്ടുള്ളത്. മാസങ്ങളായി സഹജീവികളെ കൊല ചെയ്ത് ആട്ടിറച്ചി എന്ന വ്യാജേന വിൽപ്പന നടത്തിയ നീചൻ. ഈ മനുഷ്യാധമന് തക്കതായ ശിക്ഷ കൊടുക്കണം." എൻ്റെ സഹോദരന് ഒരക്ഷരം മിണ്ടാൻ കഴിഞ്ഞില്ല. ചാട്ടവാർ കൊണ്ട് 500 അടി കൊടുക്കാനും അയാളുടെ സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടാനും വിധിയായി. തൻ്റെ പണം മുഴുവൻ കൈക്കൂലി കൊടുത്തതിനാൽ അയാൾക്ക് കൊലക്കയർ കിട്ടിയില്ലെന്ന് മാത്രം. എൻ്റെ സഹോദരൻ അവിടെ നിന്നും യാത്ര ചെയ്ത് വലിയൊരു നഗരത്തിലെത്തി. ഒരു ചെരുപ്പുകുത്തിയായി ജീവിതം നയിക്കാൻ അയാൾ തീരുമാനിച്ചു. അങ്ങനെ അയാൾ അതിനായി ഒരു കട തുറന്ന് ജോലി ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം അയാൾ കടയിലിരിക്കുമ്പോൾ ദൂരെ നിന്ന് ഒരു കുതിരക്കുളമ്പടി ശബ്ദം കേട്ടു. എന്താണതിന് കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ രാജാവ് നായാട്ടിന് പോകുന്നതിൻ്റെ കോലാഹലമാണെന്നറിഞ്ഞു. അപ്പോൾ എൻ്റെ സഹോദരൻ അഴകേറിയ ആ പരിചാരക വൃന്ദത്തെ നോക്കി നിന്നു. സന്ദർഭവശാൽ എൻ്റെ സഹോദരന് മേൽ
രാജാവിൻ്റെ ദൃഷ്ടി പതിഞ്ഞു. അപശകുനം, ഇന്നിനി നായാട്ട് വേണ്ട, മടങ്ങിപ്പോകാം, രാജാവ് കൽപ്പിച്ചു. അവർ വന്ന വഴിയെ കുതിരയെ തിരിച്ചുവിട്ടു. ശകുനപ്പിഴയായ ഒറ്റക്കണ്ണിന് തക്ക ശിക്ഷ കൊടുക്കാനും ഉത്തരവായി. രാജസേവകർ അവനെ മർദ്ദിച്ചു വശം കെടുത്തി. ചത്തെന്നു കരുതി നിരത്തുവയ്ക്കൽ ഉപേക്ഷിച്ചു. കുറെ കഴിഞ്ഞ് അവൻ ഇഴഞ്ഞിഴഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. വളരെ ദൂരെ ഒരിടത്ത് മറ്റൊരു നാട്ടിൽ അവൻ ചെന്നു ചേർന്നു. വളരെ കാലം അൽക്കൂസ് അവിടെ താമസിച്ചു. കഴിവതും പുറത്തിറങ്ങാതെ കഴിച്ചുകൂട്ടി. ഒരു ദിവസം അല്പം കാറ്റുകൊള്ളാമെന്ന് കരുതി നിരത്തിലിറങ്ങിയപ്പോൾ കുതിരക്കുളമ്പടി കേട്ടു. പഴയ ഓർമ്മ തികട്ടി വന്നതുകൊണ്ട് ഒളിക്കാനൊരിടം തേടി ആദ്യം കണ്ട വാതിൽ തള്ളി തുറന്നു. അകത്തു കയറി ഇരുണ്ട കോലായിൽ വിറച്ചുകൊണ്ട് നിന്നു. പൊടുന്നനെ 2 പേർ ചാടി വീണ് അവനെ പിടികൂടി ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അള്ളാക്കി നന്ദി, അവസാനം നീ ഞങ്ങളുടെ കയ്യിൽ അകപ്പെട്ടു. 3 ദിവസങ്ങളായി ഞങ്ങളിവിടെ ഉറക്കം വിളിച്ച് കാത്തിരിക്കുകയാണ്. എന്തിനാണ് നിങ്ങൾ എന്നെ പിടിച്ചു കെട്ടിയത്? ഞാൻ എന്തു തെറ്റ് ചെയ്തു? എൻ്റെ സഹോദരൻ ചോദിച്ചു. നീ ഞങ്ങളുടെ യജമാനെ കൊല്ലാൻ വന്നതല്ലേ? ഇന്നലെ നീ കത്തിയുമായി അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഓടിയില്ലേ? ആ കത്തി എവിടെ? അവർ അൽക്കൂസിൻ്റെ ദേഹപരിശോധന നടത്തി. അരയിൽ തിരികിയിരുന്ന തുകൽ മുറിക്കാനുള്ള കത്തി പിടിച്ചെടുത്തു. കഴുത്തിന് പിടിച്ച് ഞെരിച്ചപ്പോൾ അവൻ നിലവിളിച്ചു. അയ്യോ, ഞാൻ പാവമാണേ, എന്നെ കൊല്ലല്ലേ, ഞാൻ കള്ളനും കൊലപാതകയും ഒന്നുമല്ലേ. അവർ തന്നെ വിടുമെന്ന് കരുതി സംഭവിച്ച കാര്യങ്ങളെല്ലാം അയാൾ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. എന്നാൽ അയാൾ പറഞ്ഞതൊന്നും അവർ ശ്രദ്ധിച്ചതേയില്ല. അയാളെ തല്ലിച്ചതച്ചു. ഉടുപ്പ് അവർ വലിച്ചു കീറി. അയാളുടെ പുറത്ത് പഴയ ചാട്ടവാറടിയുടെ പാടുകൾ കണ്ട് അവർ പറഞ്ഞു, ഓ ശപിക്കപ്പെട്ടവനെ, ഈ പാടുകൾ കുറ്റവാളിയുടെ അടയാളമാണ്. അവർ അവനെ ന്യായാധിപന്റെ അടുത്ത് കൊണ്ടുപോയി. അയാളുടെ വക ശിക്ഷയും കിട്ടി. 100 അടിയും ഒട്ടകപ്പുറത്ത് കയറ്റിയുള്ള നഗരപ്രദക്ഷിണവുമായിരുന്നു ശിക്ഷ. പിന്നെ അവർ അയാളെ നഗരത്തിൽ നിന്നും പുറത്താക്കി. എൻ്റെ സഹോദരൻ പലയിടത്തും അലഞ്ഞു നടന്നു. പിന്നീടാണ് ഈ സംഭവങ്ങളെല്ലാം ഞാൻ അറിയുന്നത്. ഞാൻ അയാളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. അയാൾ ആ ദുരന്തകഥ മുഴുവൻ എന്നെ ധരിപ്പിച്ചു. ഞാൻ അയാളെ രഹസ്യമായി നഗരത്തിലേക്ക് കൊണ്ടുവന്ന് തിന്നാനും കുടിക്കാനുമുള്ള പണം ദിവസേന നൽകി കൂടെ താമസിപ്പിച്ചു. ഇതാണ് അങ്ങുന്നേ എൻ്റെ സഹോദരൻ അൽക്കൂസിൻ്റെ ചരിത്രം.